വടകരയും കോഴിക്കോടും ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് പോളിംഗ് ശതമാനം. തീർച്ചയായും സ്വാഭാവികമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ 80-ലധികമായിരുന്നുവെങ്കിൽ ഇത്തവണ കുറവാണ്. എങ്കിൽ തന്നെ സംസ്ഥാന ശരാശരിയേക്കാൾ ഒരുപാട് കൂടുതലാണ്. വടകരയിലാകട്ടെ 78.08% നിലവിലെ പോളിംഗ് ശതമാനമായി പറയുന്നത്. കോഴിക്കോട് 75.42. ആദ്യം വടകരയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം രാഷ്ട്രീയ ചൂടുള്ള പോരാട്ടങ്ങൾക്ക്, വാഗ്വാദങ്ങൾക്ക്, സാമൂഹ്യ മാധ്യമ പോരാട്ടത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച മണ്ഡലം. തീർച്ചയായും അതുതന്നെയാണ്. നമുക്ക് സംസ്ഥാന ശരാശരിയേക്കാളും കൂടുതലാണ് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ ഈ രണ്ട് മണ്ഡലങ്ങളിലും 82% പോളിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ 80-ന് മുകളിലായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ 75-ഓളം ഏറ്റവും ഒടുവിലായി കണക്ക് വരുമ്പോൾ ഈ 75-ന് മുകളിൽ മാത്രമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും പോളിംഗ് എത്തിയിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനെതിരെ ആരോപണങ്ങളൊക്കെ തന്നെ ഒരു വഴിക്ക് വരികയാണ്. എന്തായാലും 11:30-ക്ക് കോഴിക്കോട് DCC പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ വന്ന ചില വീഴ്ചകൾ പലയിടങ്ങളിലും നമുക്കറിയാം. ഏറ്റവും അവസാനം വോട്ട് പൂർത്തിയായ മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. പലയിടങ്ങളിലും വോട്ടിംഗ് പുരോഗമിക്കുന്ന ഏറെ വൈകി മാത്രമാണ് വോട്ടിംഗ് അവസാനിച്ചത്. ഇതൊക്കെ തന്നെ വലിയൊരു രാഷ്ട്രീയ ആരോപണമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു മത്സരം നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ മുന്നണികളെല്ലാം തന്നെ പരിശ്രമിച്ചിരുന്നു. അത് തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് അത് പ്രകടമായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെ മുതൽ, അതായത് 7 മണിക്ക് വോട്ട് ആരംഭിച്ചത് മുതൽ രാത്രി വരെ, അതായത് 6 മണിക്ക് പോളിംഗ് അവസാനിപ്പിച്ചാലും മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ഏറ്റവും ഒടുവിലായി എടുത്തു പറയേണ്ടത് രാത്രിയും സ്ത്രീകളടക്കമുള്ള ആളുകൾ 6 മണിക്ക് കൃത്യം 6 മണിക്ക് എത്തിയവരെ വരെ വോട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നു. ഇതിനുശേഷവും ആ ഒരു വലിയ നീണ്ട നിര തന്നെ എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൂട്ടിയും പിഴിച്ചുമെല്ലാം തന്നെ മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഒരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. അത് ആർക്ക് അനുകൂലമാകുമെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉണ്ടായിരുന്നു. വലിയ പോരാട്ടം മുന്നണികൾ ഇന്നത്തെ ദിവസം ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാർത്തകൾ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്.